ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതും തട്ടുകട സ്പെഷ്യൽ മുട്ട ബജ്ജി. അതേ ടേസ്റ്റിലും അതേ മണത്തിലും ഉള്ള മുട്ട ബജ്ജി നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മുട്ട ബജ്ജിയാണ്. അത് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഈക്വൽ അളവിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 3/4 കപ്പ് കടലപ്പൊടി, ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടി എന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി, ഈ പത്തിരിക്കും കുഴയ്ക്കണ അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മുട്ട ബജിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ. തട്ടുകട മുട്ട ബജീൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രഹസ്യക്കൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കായം കലക്കിയ വെള്ളമാണ്. കായം എന്ന് പറയുമ്പോൾ പൊടിയല്ല, ഇങ്ങനെ കട്ടിക്കായല്ലേ, അത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്നത് ചാലിക്കുക. ഒരു അരമണിക്കൂർ നേരമൊക്കെ മതിയാവും അതൊന്ന് നന്നായിട്ട് ആ കായം വെള്ളത്തിൽ കലർന്ന് നന്നായിട്ട് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കണതിലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഒരു മാവ് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഓരോ മുട്ടകളും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ടും വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ട ബജ്ജി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തട്ടുകട സ്പെഷ്യൽ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.